നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു വർഷത്തിലെ ഏറ്റവും വിശുദ്ധവും ആത്മീയ പ്രാധാന്യമുള്ളതുമായിട്ടുള്ള മാസങ്ങളിൽ ഒന്നാണ് കർക്കിടക മാസം എന്ന് പറയുന്നത്. നമ്മുടെ പൂർവികർ ഈ മാസത്തെ ഭക്തിയുടെയും പ്രാർത്ഥനയുടെയും ആത്മപരിശോധനയുടെയും കാലഘട്ടമായിട്ടാണ് കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ കർക്കിടകം വെറും ഒരു മലയാള മാസം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലേക്ക് സർവ്വ ഐശ്വര്യങ്ങളും കൊണ്ടുവരാനായിട്ട്, ദേവപ്രീതി ഉണ്ടാക്കിയെടുക്കാനായിട്ട് സഹായിക്കുന്ന, നമ്മുടെ ആരോഗ്യത്തെ കാത്തു രക്ഷിക്കാനായിട്ട് സഹായിക്കുന്ന, നമ്മുടെ ജീവിതം മെച്ചപ്പെട്ട നിലയിലേക്ക് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്ന ഒരു മാസമായിട്ടാണ് കർക്കിടക മാസത്തെ കാണേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കർക്കിടക മാസത്തിന് മുന്നേ ആയിട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. വീട്ടിൽ നിന്ന് ഒഴിവാക്കേണ്ട ചില വസ്തുക്കളുണ്ട്. വീട്ടിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ കർക്കിടക മാസത്തിന്റെ ആ ഒരു പുണ്യം നമ്മളിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക് വന്നു ചേരുകയുള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത്, കർക്കിടക മാസം തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട്, നമുക്കറിയാം കർക്കിടക മാസം അടുത്തു കഴിഞ്ഞു. ഈ വരുന്ന വെള്ളിയാഴ്ച, അതായത് ജൂലൈ 17-ാം തീയതി വെള്ളിയാഴ്ചയാണ് കർക്കിടക മാസം ആരംഭിക്കുന്നത്. അതിനു മുന്നേ ആയിട്ട് നമ്മളെല്ലാവരും വീട്ടിൽ നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഒരുപക്ഷെ ഒരുപാട് ആളുകൾ ഈ കാര്യങ്ങളൊക്കെയും ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും. ഇനി ഇതുവരെയും ചെയ്യാത്തവര് നിർബന്ധമായിട്ടും ഈ കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ നമുക്ക് നോക്കാം, കർക്കിടക മാസം തുടങ്ങുന്നതിന് മുൻപേ ആയിട്ട് നമ്മുടെ വീട്ടിൽ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പൊ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വരുന്ന വെള്ളിയാഴ്ച, അതായത് ജൂലൈ 17 വെള്ളിയാഴ്ചയാണ് കർക്കിടക മാസം തുടങ്ങുന്നത്. കർക്കിടക മാസത്തിന്റെ എല്ലാ അനുഗ്രഹവും ഐശ്വര്യവും നമുക്ക് ഉണ്ടാകുന്നതിനായിട്ട് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, കർക്കിടക മാസത്തിന്റെ തുടക്കത്തിന് മുന്നേ നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കുക എന്നുള്ളതാണ്. ഒരുവിധം എല്ലാ ആളുകളും വീടും പരിസരവും ഈ ഒരു സമയത്ത്, നമ്മൾ ശിവരാത്രി സമയത്തൊക്കെ എങ്ങനെയാണോ വീട് വൃത്തിയാക്കുന്നത്, ആ ഒരു രീതിയിൽ തന്നെ ഈ ഒരു കർക്കിടക മാസം തുടങ്ങുന്നതിന് മുൻപേയും വീട് വൃത്തിയാക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അനാവശ്യമായിട്ടുള്ള വസ്തുക്കള്, ഉപയോഗശൂന്യമായിട്ടുള്ള വസ്തുക്കള്, പൊട്ടിയ പാത്രങ്ങള്, പൊട്ടിയ വസ്തുക്കള്, ഇവയൊക്കെയും തന്നെ വീട്ടിൽ നിന്ന് ഒഴിവാക്കുക എന്നതാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഉപയോഗശൂന്യമായിട്ടുള്ള സ്ഥലങ്ങൾ ഉണ്ടാവാം നമ്മുടെ വീട്ടില്. ഒരുപക്ഷെ അടച്ചിട്ടിരിക്കുന്ന മുറി, അല്ലെങ്കിൽ വീടിന്റെ ഒരു കോർണർ, ഉപയോഗശൂന്യമായിട്ടുള്ള വസ്തുക്കൾ കൂട്ടിവെച്ച് ആ ഒരു കോർണർ അതുപോലെ തന്നെ വിട്ടിട്ടുണ്ടാവാം. നമ്മുടെ വീട് മാത്രമല്ല, വീടിന്റെ പുറംഭാഗമായാലും വീടിന്റെ ചുറ്റുപാടായാലും ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ വൃത്തിയാക്കിയിരിക്കണം. എന്നാൽ മാത്രമേ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നമ്മുടെ വീട്ടിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. അതായത് പൊട്ടിയ വസ്തുക്കള്, ഉപയോഗശൂന്യമായിട്ടുള്ള വസ്തുക്കള്, അത് വസ്ത്രങ്ങളായാലും ഉപയോഗശൂന്യമായിട്ടുള്ള വസ്ത്രങ്ങൾ ഉണ്ടെങ്കിൽ അതാണെങ്കിൽ പോലും നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിവാക്കുക. വീട് നല്ല രീതിയിൽ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിൽ ചില വസ്തുക്കൾ നിറഞ്ഞിരിക്കണം. അതായത് ചില വസ്തുക്കൾ നമ്മൾ കർക്കിടക മാസത്തിൽ തീർന്നു പോയിട്ട് വാങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാവരുത്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ പറയുന്ന കാര്യങ്ങൾ, ഒന്നാമതായിട്ട് അരി. കർക്കിടക മാസം തുടങ്ങുന്നതിന് മുൻപേ തന്നെ നിങ്ങൾ ഒരു മാസത്തേക്ക് വേണ്ടുന്ന അരി വാങ്ങിച്ചു വയ്ക്കുക. ഒരിക്കലും എൻ്റെ വീട്ടിൽ അരി തീർന്നുപോയി എന്ന് പറഞ്ഞ് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട സാഹചര്യം ഉണ്ടാവരുത്. രണ്ടാമതായിട്ട് ഉപ്പാണ്. ഉപ്പും നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്ന ഒരു വസ്തുവാണ്. എന്നാലും ചില ഘട്ടങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കാതെ അത് തീർന്നു പോകാൻ, കാലിയായി പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം വരാനായിട്ട് പാടില്ല. മൂന്നാമതായിട്ട് മഞ്ഞളാണ്. മഞ്ഞൾ പൊടി ഉപയോഗിക്കുന്നവരായാലും മഞ്ഞൾ ഉപയോഗിക്കുന്നവരായാലും അതും തീർന്നു പോകാനായിട്ട് പാടില്ല. ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക. ഈ മൂന്ന് വസ്തുക്കളും നമ്മുടെ വീട്ടിൽ കാലിയായിട്ട് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട സാഹചര്യം വരരുത്. ഇതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീട് അടിച്ച് വൃത്തിയാക്കിയ ശേഷം 2 ദിവസം, അതായത് ഈ കർക്കിടക മാസം തുടങ്ങുന്നതിന്റെ 2 ദിവസം മുന്നേ സന്ധ്യാസമയത്ത് ധൂപം കാട്ടുക എന്നുള്ളതാണ്. വീട്ടിലൊന്ന് പുകയ്ക്കുകയൊക്കെ ചെയ്യാം. വീട്ടിലുള്ള നെഗറ്റീവ് എനർജിയെ പൂർണ്ണമായിട്ടും പുറംതള്ളുക. 1-ാം തീയതി മുതൽ, കർക്കിടക മാസം 1-ാം തീയതി മുതൽ വീട്ടിൽ എപ്പോഴും ഐശ്വര്യമായിരിക്കണം നിറഞ്ഞിരിക്കേണ്ടത്. അതിന്റെ ഭാഗമായിട്ട് 2 ദിവസം മുന്നേ തന്നെ നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുക. ഇതാണ് മൂന്നാമത്തെ കാര്യം, നെഗറ്റീവ് എനർജിയെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്.
ഈ ഒരു കാര്യം നിങ്ങൾ വീട്ടിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, ആ വീട്ടിലുള്ള എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള ഒരു ഐശ്വര്യം ഉണ്ടാകും, എല്ലാ ഉയർച്ചയും ഉണ്ടാകും. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് പൂജാ റൂം വൃത്തിയാക്കുക എന്നുള്ളതാണ്. എന്താണ് പൂജാ റൂം വൃത്തിയാക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ വീടിന്റെ എല്ലാ ഭാഗവും വൃത്തിയാക്കുന്നത് പോലെ തന്നെ പൂജാ റൂമും വൃത്തിയാക്കുന്നുണ്ടാവാം. എന്നിരുന്നാലും വീട്ടിലെ പൂജാമുറിയിലുള്ള ഫോട്ടോസ് ആയാലും വിളക്ക്, കിണ്ടി പോലുള്ള വസ്തുക്കളായാലും ഒക്കെയും നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി പുതുപുത്തനാക്കി വയ്ക്കുക. ഇതും നമ്മൾ കർക്കിടക മാസം തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ചെയ്യണം. രാമായണം പാരായണം ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പൊ അതിന് വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെയും തന്നെ മുന്നേ തന്നെ ചെയ്തു വയ്ക്കുക. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ മുന്നേ ചെയ്തു വയ്ക്കുക. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ വീട്ടിലെ തുളസിയെ നോക്കുക എന്നതാണ്. എന്താണ് തുളസിയെ നോക്കുക എന്ന് പറയുന്നത്? നിങ്ങളുടെ വീട്ടിലെ തുളസിത്തറയിലാണോ, അല്ലെങ്കിൽ മൺപോട്ടിലാണോ, അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ പോട്ടിലാണോ? എവിടെയായാലും അത് വളരുന്ന സാഹചര്യം വൃത്തിയിലാണോ ഉള്ളത്? അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കൊമ്പുകളൊക്കെ ഒടിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ ഉണക്കം സംഭവിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ? നല്ല രീതിയിൽ ആരോഗ്യത്തോടെയുള്ള ഒരു തുളസി ചെടിയെ നമ്മൾ കർക്കിടക മാസത്തിന് മുന്നേ തന്നെ റെഡിയാക്കി വയ്ക്കണം. ഇനി നിങ്ങളുടെ വീട്ടിൽ തുളസി ചെടി ഉണങ്ങിക്കരിഞ്ഞു പോയിട്ടുണ്ട്, അത് ഉടൻ തന്നെ മാറ്റുക. പകരം പുതിയ ഒരു തുളസി തൈ നട്ടു വളർത്തുക. കർക്കിടക മാസത്തിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഭംഗിയായിട്ടുള്ള ഒരു തുളസി തൈ ഉണ്ടായിരിക്കണം. ഇനി മുറ്റത്തുള്ള തുളസി ഓൾറെഡി ഉണ്ടായിരുന്ന തറയിലുണ്ടായിരുന്ന തുളസിയൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് മാറ്റി വളരെ ചെറിയൊരു തുളസി തൈ കൊണ്ട് നട്ടുപിടിപ്പിക്കുക. ഇത് നിർബന്ധമായിട്ടും ചെയ്യണം. കർക്കിടക മാസത്തിൽ നമ്മൾ തുളസി പിഴുതെറിയാനായിട്ട് പാടില്ല. അതുകൊണ്ട് തന്നെ അതിനു മുന്നേ ആയിട്ട് തുളസിത്തറയൊക്കെ വൃത്തിയാക്കി വളരെ മനോഹരമായിട്ട് വയ്ക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ നട്ടുപരിപാലിച്ചത് മാത്രമല്ല, അതല്ലാതെ തന്നെ താനെ കിളിർത്ത് വന്ന തുളസി ഉണ്ടാവാം. ഒരുപക്ഷെ നിങ്ങളുടെ വേസ്റ്റ് കളയുന്ന സ്ഥാനത്തോ അല്ലെങ്കിൽ സിങ്കിലെ വെള്ളം പോകുന്നതിന്റെ സൈഡിലൊക്കെ ആയിട്ട് തുളസി താനെ കിളിർത്ത് വന്നിട്ടുണ്ടാകാം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെയും മാറ്റി നട്ടുപിടിപ്പിക്കുക. ഇനി വീടിന്റെ മറ്റു ഭാഗങ്ങളിൽ നിങ്ങൾ തന്നെ നട്ടു വളർത്താത്ത തുളസി തന്നെ താനെ കിളിർത്ത് വന്നത് ഉണങ്ങിക്കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെയും പിഴുത് കളയുക. അത് നിർബന്ധമായിട്ടും ചെയ്യണം. നമ്മുടെ വീട്ടിൽ ഉണങ്ങിയ തുളസി ഉണ്ടാകാനായിട്ട് പാടില്ല എന്നതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ധനം സൂക്ഷിക്കുന്ന സ്ഥാനമാണ്. നിങ്ങൾ പണം സൂക്ഷിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് സൂക്ഷിക്കുന്ന സ്ഥലം, സ്വർണ്ണാഭരണങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലം, ഈ സ്ഥലം നിങ്ങൾ നിർബന്ധമായിട്ടും കർക്കിടക മാസത്തിന് മുന്നേ തന്നെ വൃത്തിയാക്കി ഒരു മഞ്ഞപ്പട്ടോ ചുവന്ന പട്ടോ വിരിച്ച് അതിന് മുകളിലായിട്ട് ഇതൊക്കെ സൂക്ഷിക്കുക. വളരെ മനോഹരമായിട്ട് അറേഞ്ച് ചെയ്യുക. ഒരു കാരണവശാലും വലിച്ചു വാരിയിട്ട രീതിയിലോ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള പേപ്പറിന്റെ കൂടെയോ ഒന്നും തന്നെ ധനം സൂക്ഷിക്കാനായിട്ട് പാടില്ല. ഇതും നമ്മൾ കർക്കിടക മാസത്തിന് മുന്നേ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കർക്കിടക മാസം നമുക്ക് എല്ലാ തരത്തിലുള്ള ധനവരവും ഉയർച്ചയും ഉണ്ടാകുന്നതിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് ആ ഒരു ധനം സൂക്ഷിക്കുന്ന സ്ഥാനം വൃത്തിയായിട്ടാണ് ഉള്ളത് എന്നുള്ളത്. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, കർക്കിടക മാസം തുടങ്ങുന്നതിന് മുന്നേ നിങ്ങളുടെ വീട്ടിലുള്ള നിലവിളക്കിന് ഏതെങ്കിലും തരത്തിലുള്ള ചോർച്ചയോ കേടുപാടുകളോ ഉണ്ടെങ്കിൽ അത് മാറ്റി വാങ്ങിക്കുക എന്നുള്ളതാണ്. ഇതും നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണ്. ചില വിളക്കുകൾ നമുക്കറിയാം, നിലവിളക്ക് നമ്മൾ തെളിയിക്കുന്ന സമയത്ത് അതിൽ നിന്നും എണ്ണയൂറി താഴേക്ക് വരാറുണ്ട്. അതിൽ ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും ഡാമേജുകളൊക്കെ ഉണ്ടാവാറുണ്ട്. എന്നിരുന്നാലും വീണ്ടും ആ നിലവിളക്ക് തന്നെ തെളിയിക്കുന്ന ആളുകളുണ്ട്. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. നിങ്ങളുടെ വീട്ടിലെ നിലവിളക്കിന് ഏതെങ്കിലും തരത്തിലുള്ള ചോർച്ചയുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഈ ഒരു കർക്കിടക മാസം തുടങ്ങുന്നതിന് മുന്നേ തന്നെ അത് മാറ്റി പുതിയ വിളക്ക് വാങ്ങിക്കുക. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ വീട്ടിലെ ചൂല് മാറ്റുക എന്നുള്ളതാണ്. നിങ്ങളുടെ വീട്ടിൽ പുതിയ ചൂലാണ്, നല്ല ചൂലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ ചൂല് പോയിട്ടുണ്ട്, ചൂല് നന്നില്ല, അത് പൊട്ടിപ്പോവൊക്കെ ചെയ്തു, നമ്മുടെ വീട്ടിൽ എപ്പോഴും ചൂല് വൃത്തിയോടെ ആയിരിക്കണം സൂക്ഷിക്കേണ്ടത്. ലക്ഷ്മി ദേവിയുടെ പ്രതീകമായിട്ടാണ് നമ്മൾ വീട്ടിലെ ചൂലിനെ കണക്കാക്കുന്നത്, അല്ലെ? അപ്പോൾ ആ ഒരു ചൂല്, നല്ല രീതിയിലുള്ള ഒരു ചൂല് തന്നെ കർക്കിടക മാസത്തിന് മുന്നേ ആയിട്ട് വാങ്ങിക്കുക. ഇത് പറയാനുള്ള കാരണം, കർക്കിടക മാസത്തിൽ ഒരു കാരണവശാലും നമ്മൾ ചൂല് വാങ്ങിക്കാനായിട്ട് പാടില്ല. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ വാങ്ങുക. ഇതൊക്കെയും പറഞ്ഞു കഴിഞ്ഞാലും കർക്കിടകം 1, 2 ആവുന്ന സമയത്ത് പല വീടുകളിലെയും അവസ്ഥ, ആ സമയത്തായിരിക്കും പലർക്കും ഓർമ്മ വരുന്നത്, അയ്യോ വീട്ടിലെ ചൂല് പോയിട്ടുണ്ട്, എന്നാൽ ഇന്നൊന്ന് വാങ്ങിക്കളയാം. ഈ ഒരു കാര്യമൊക്കെ എപ്പോഴും നമ്മൾ മനസ്സിൽ വയ്ക്കേണ്ട കാര്യമാണ്. നമ്മളൊന്ന് പുറത്തു പോകുന്ന സമയത്ത് നല്ല ഭംഗിയുള്ള ഒരു ചൂല് കാണുന്നു, വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവരും. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ചൂല് വാങ്ങിക്കുന്നതിന് ദിവസമുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സമയങ്ങളിൽ വാങ്ങാൻ പാടില്ല എന്നുള്ളതും നമ്മൾ ഓർക്കണം. അപ്പൊ ഈ ഒരു കാര്യം എല്ലാവരും മനസ്സിൽ വയ്ക്കുക. കർക്കിടക മാസം ഒരു കാരണവശാലും ചൂല് വാങ്ങിക്കരുത്. പുതിയ ചൂല് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് പാടില്ല.
അപ്പോൾ കർക്കിടകം 1-ാം തീയതി തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് ചൂല ആവശ്യമുണ്ടെങ്കിൽ അത് വാങ്ങിച്ചു വയ്ക്കുക. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ വീട്ടിന്റെ ഫ്രണ്ട് ഭാഗത്തിന് നേരെയായിട്ട്, അതായത് നിങ്ങളുടെ മെയിൻ ഡോർ തുറക്കുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിലുള്ള ഉണങ്ങിയ മരങ്ങളോ ഉണങ്ങിയ മരച്ചില്ലകളോ കാണുന്നുണ്ടെങ്കിൽ അത് വെട്ടിക്കളയുക എന്നുള്ളതാണ്. നമ്മുടെ മതിൽക്കെട്ടിന് ഉള്ളിലായിട്ടുള്ള കാര്യമാണ് കേട്ടോ പറയുന്നത്. നമ്മുടെ നേരെ മുന്നിലായിട്ട് മറ്റൊരാളുടെ പറമ്പുണ്ട്, ആ ഒരു പറമ്പിൽ ഒരു മരം ഉണങ്ങി നിൽക്കുന്നുണ്ട്, അത് നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്നിരുന്നാലും നമ്മുടെ ആ ഒരു കട്ടിളപ്പടിയുടെ നേരെ, മെയിൻ ഡോറിന്റെ നേരെയായിട്ട് വരുന്നതാണെങ്കിൽ, മറ്റൊരാളുടെ ആണെങ്കിലും അവർക്ക് സമ്മതമാണെങ്കിൽ അത് വെട്ടിക്കളയുക. ഇനി നമ്മുടെ വീട്ടുപറമ്പത്ത് തന്നെ നമ്മുടെ വാതിലിന് നേരെയായിട്ട് ഈ രീതിയിൽ ഉണങ്ങിയ രീതിയിലുള്ള മരങ്ങൾ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ ഒരു കർക്കിടക മാസത്തിന് മുന്നേ ആയിട്ട് അത് വെട്ടിക്കളയണം. നമ്മുടെ വീട്ടിലേക്ക് ഐശ്വര്യം കടന്നു വരുന്ന ആ ഒരു വഴിയിൽ ഒരു തരത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടാവാനായിട്ട് പാടില്ല. മെയിൻ ഡോർ വളരെ ഭംഗിയായിട്ട് സൂക്ഷിക്കുക, വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ചെരുപ്പുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ, വൃത്തിഹീനമായിട്ടുള്ള വസ്തുക്കളൊന്നും തന്നെ മെയിൻ ഡോറിന്റെ സൈഡിലായിട്ടൊന്നും വയ്ക്കാതിരിക്കുക. ഇതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെയും ഒന്ന് ശ്രദ്ധിക്കുക. കർക്കിടക മാസം തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെയും മാറ്റുക. വീട്ടിൽ നിന്ന് ഉപയോഗശൂന്യമായിട്ടുള്ള വസ്തുക്കൾ മാറ്റുക. നമുക്ക് വളരെ നിസ്സാരമായിട്ട് തോന്നുന്ന കാര്യങ്ങളായിരിക്കും നമ്മുടെ ഭാഗ്യത്തെ ഇല്ലാതാക്കി കളയുന്നത്. നമ്മൾ ഒരുപക്ഷെ അനാവശ്യമായിട്ട് സൂക്ഷിക്കുന്ന ഒരു വസ്തുവായിരിക്കാം നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. വീട്ടിലെ നെഗറ്റീവ് എനർജിയെ മുഴുവനായിട്ടും പുറന്തള്ളിയാൽ, മൂദേവിയെ മുഴുവനായിട്ടും പുറന്തള്ളിയാൽ മാത്രമേ ലക്ഷ്മി ദേവി നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരികയുള്ളൂ. അത്രമേൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു മാസമാണ് കർക്കിടക മാസം എന്ന് പറയുന്നത്. നിങ്ങളുടെ ഒരു വർഷക്കാലം മുഴുവൻ എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാകാൻ, നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ വീട്ടിലുള്ള മറ്റുള്ളവർക്കും എല്ലാ തരത്തിലുള്ള ഉയർച്ചകളും ഉണ്ടാകാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നിർബന്ധമായിട്ടും ചെയ്യുക. രാമായണ മാസമാണ്. എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകുന്നതിനായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും ചെയ്യുക. അതിൽ യാതൊരു വിധത്തിലുള്ള മടിയും ആരും കാണിക്കരുത്. കുറച്ച് പ്രായമുള്ള ആൾക്കാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ ഓൾറെഡി ചെയ്തു തുടങ്ങിയിട്ടുണ്ടാവും എന്നറിയാം. എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. ഒരിക്കലും നെഗ്ലക്റ്റ് ചെയ്യരുത്. ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യുക. ഉറപ്പായിട്ടും അതിൻ്റെതായിട്ടുള്ള മാറ്റം കർക്കിടക മാസം തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. ഈ ഒരു കർക്കിടക മാസത്തിൽ എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലും വന്നു ചേരുന്നതിനായിട്ട് ശ്രീരാമജയം എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.